സർ, തേജ് സാറ് വിളിച്ചിരുന്നു. ഇന്നത്തെ കോളേജ് വിസിറ്റ് മാറ്റി നാളേക്കാക്കിയെന്ന് പറയാൻ. സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ. ഇറങ്ങിയത് ഇങ്ങോട്ട് കേറി വാ. ഇവളിത് മഴ കണ്ട മാക്കന്തോളെന്ന പെണ്ണിന്റെ വിചാരം. അപ്പൊ ചെന്ന് നനയോളും. ഓ എന്താടി എന്താടി ഉണ്ടക്കണ്ണി? ദേ എന്നെ കൊണ്ട് പറയിക്കല്ലേ. നിനക്ക് എന്താ പെണ്ണെ, മഴ കണ്ട കേറി ചെന്നെ നനയോളും. പനി പിടിച്ചവിടെ കിടന്നാ നന്നായിരിക്കും. പോരാത്തതിന് ഇപ്പൊ നല്ല സമയ, എക്സാം. എന്റെ കർത്താവേ, ഇതേപോലെ മഴയുടെ ഭ്രാന്തുള്ള ഒരുത്തി നിന്നെ പോലെ വട്ടി ലോകത്ത് വേറെ ആർക്കുണ്ടാകുന്ന എനിക്ക് തോന്നണില്ല. Va Daisy Fulca Guladista. Yeah, little. ആഹാ, എന്താ ഒരു കിടപ്പ്, വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ. അന്നമ്മേ ഒരു 5 മിനിറ്റ് കൂടി പ്ലീസ്. പെണ്ണെ ചിണുങ്ങാൻ എണീച്ചേ, ഇന്ന് സ്പെഷ്യൽ ക്ലാസ്സും കൂടി ഉള്ളതാ. മര്യാദക്ക് എണീച്ച് വന്നേ. ഓ ഇവിടെ ആരടി വന്നേ? വീണ്ടും? ഇതിപ്പോ 2 ആഴ്ചയല്ലോ കർത്താവേ.
വായനയ്ക്ക് നിൽക്കാനാണെങ്കിൽ എന്റെ കൂടെ വരണമെന്നില്ല. വരുന്നുണ്ടെങ്കിൽ ഡോറ് പൂട്ടി വാ. No, Mr. Matthew. We will be on the right time, so don't worry. Okay. I will call you later. ഓ കോപ്പ് എന്റെ മുരുക, നോക്കിയിട്ട് ഒന്നങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ. നിന്റെ വർക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിയാനിത് വെള്ളരിക്കപ്പെട്ടൊന്നുമല്ലല്ലോ, ഡിസൈൻ അല്ലേ, സമയം എടുക്കും. യു ഹാവ് ദിസ് വൺ ഡേ. ടൈം എടുത്ത് കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഓ ചേട്ടനായി പോയി. ഇല്ലായിരുന്നെങ്കിൽ കാല വരെ നിലത്തിടായിരുന്നു. കാല് എന്തേലും പറഞ്ഞായിരുന്നോ? ഹേ ഞാനോ? ഏയ് ഇല്ലല്ലോ. ഈശ്വര, ഇതിനോട് ഞാനിപ്പോ എങ്ങനെയാ പറയാ? പറഞ്ഞ എന്തായാലും എന്നെ കൊല്ലും, പറഞ്ഞില്ലെങ്കിൽ അമ്മേ. എന്റെ മുരുക, ചെലുത്താനും കടലിന് നടുക്കായല്ലോ. നീ എന്റെ ദിവാസ്വപ്നം കണ്ടോടെ നിൽക്കുക? ഏയ് ഒന്നുമില്ല. அது பின்ன அது அம்மா ஃபோன் பண்ணி சொன்னாங்க, உனக்கு நல்ல ப்ரொபோஸ் வந்திருக்குன்னு. அல்ல, நான் சொன்னதை விட சொன்னேன் உனக்கு இன்ட்ரெஸ்ட் கிடையாதுன்னு. ഭാഗ്യമൊന്നുമില്ല. ഈ വിട്ടുപോകുന്ന സ്വഭാവം വെച്ചിരുന്ന പെണ്ണല്ല, പെടക്കോഴിക്ക് കൊണ്ടുകൊടുത്താലും റിജക്ഷൻ ഉറപ്പ്. പക്ഷെ ഇവൻ കെട്ടിയാലേ എനിക്ക് ആ കുട്ടിയുടെ കാര്യം വീട്ടിൽ പറയാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യും? തേജ, ഓ എന്താ? ഇന്നത്തെ കോളേജ് വിസിറ്റ് കഴിഞ്ഞ് ബാക്കി ചർച്ചയും കാര്യങ്ങളൊക്കെ നീ ഡീലാക്കിക്കോളാം. എനിക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്. ഓക്കെ ഏട്ടാ. ഓഫ്, മടുത്തെനിക്ക്. എന്നീ ബോറ് ക്ലാസ് എക്സാം. അതെന്നടി അന്നമ്മ പതിവില്ലാതെ ഇവളുമാരൊക്കെ? ഇത് ആരുടെ അടുത്തേക്കാ? ഓ, ഞാൻ പറയാൻ വിട്ടു, നീ 2 ഡേയ്സ് ആബ്സെന്റ് അല്ലായിരുന്നോ? ഇന്ന് സീനിയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് VS ഗ്രൂപ്പിന്റെ CEO വരുന്നു പറഞ്ഞിരുന്നു, അവർക്കുള്ള പ്ലേസ്മെന്റ് ജോബ് ഓഫർ ചെയ്തിട്ട്. ആര്? ഓംകാർ സാറോ? ഓംകാർ സാർ മാത്രല്ല, തേജ സാർ ഉണ്ടെന്നാ കേട്ടത്. ഫാഷൻ മോഡലിംഗ് ഇൻഡസ്ട്രിയില് ഫേമസ് അല്ലേ ഇവര്? അതുകൊണ്ട് അവരുടെ ഫാൻ ബേസിനെ പറ്റി ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിനക്ക്. അതിന്റെയാ ഇപ്പൊ ഇവരിങ്ങനെ കിടന്ന് ഓടുന്നത്. നമ്മള് മാഗസീനിലൊക്കെ കാണുന്ന പോലെ തന്നെ ഓംകാർ സാറ് ഒരു കോൾഡ് അപ്പിയറൻസ്. തേജ സാറാ പിന്നെയും കമ്പനിന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, നമ്മളെന്ത് ഇവിടെ തന്നെ? വാ, നമുക്ക് കഫേയില് പോകാം. അങ്ങോട്ട് പോയാ തിക്കും തിരക്കിന്റെ ഇടയിൽ നമ്മൾ ജാമാകുന്നല്ലാണ്ട് വേറെ ഉപകാരമൊന്നും ഉണ്ടാകില്ല. ആഹാ, എന്തൊരു സാറ്റിസ്ഫിക്കേഷൻ.
ഒരുപാടായില്ലേ, വാ പോകാം, ഇല്ലെങ്കിൽ മഴ വീണ്ടും കൂടും. ഹാടി ചേച്ചി, ഇത് ചേച്ചിക്ക് തരാൻ പറഞ്ഞു ഒരു ചേട്ടൻ. Ma'am, this is for you. മോളെ, ഈ പുള്ളി വിടാതെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഐ തിങ്ക് ഹീസ് സീരിയസ് അബൌട്ട് യു. മേ ബി. കുറച്ച് നേരം കൊണ്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കാം. എന്തോ പോയി അണ്ണാന്റെ കണക്ക്. എന്നതാ, എന്താ കാര്യം? ഏയ്, വീട്ടിൽ പോകാൻ തോന്നുന്നു. ഉടലും ഉയരും നീയേ, എങ്കും എതിലും നീയേ, എതിലും അതിലും നീയേ. നീയേ തട്ടിവിടുവതും നീയേ, എട്ടിപ്പിടിപ്പതും നീയേ, என்னை கொல்லடி. காதல் நடத்திடும் இந்த மோதல் எது வந்த போதும் நீயே தாயுமானவள். എന്ത് മുരുക ഇവളോ? ഇങ്ങേരിതെന്തോന്ന് നോക്കി കൊല്ലുവോ? സോറി, ഞാൻ പെട്ടെന്ന് നടന്നു വന്നപ്പോ കണ്ടില്ല. ഇറ്റ്സ് ഓക്കെ. തേജ വാ. ആ ഏട്ടാ. മാം, this is for you. ഓ, ഇനിയിപ്പോ ഈ സമയത്ത് ഇവിടെ ഒരു വണ്ടി പോലും കിട്ടാൻ ചാൻസ് ഇല്ല. ഹലോ? ഏയ് ഇല്ലടി, എന്റെ വൈവ് ഇപ്പോഴാ കഴിഞ്ഞ. ഹേയ് പേടിക്കണ്ടെന്നേ, ഞാൻ ഇപ്പൊ എത്തും. ശരിടി. ഇനിയിപ്പോ കുറച്ചല്ലേ ഉള്ളൂ, നടക്കാം. ജംഗ്ഷനിൽ നിന്ന് വല്ല വണ്ടിയും വിളിക്കാം. ഭഗവാനെ, വഴി തെറ്റിയോ?
ഇത് മാഡത്തിന് തരാൻ പറഞ്ഞു. എന്നിട്ട് എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഹേ ഇല്ല, കറക്റ്റ് സമയത്ത് അയാൾ ടാക്സി പറഞ്ഞയച്ചു. ആര്? ആളോ? ആഹാ, കറക്റ്റ് ടൈമിന് തന്നെ വന്നിട്ടുണ്ടല്ലോ. അല്ല, ഇങ്ങനെയായ മതിയോ? അയാളോട് നിനക്ക് മിണ്ടണ്ടേ? വേണം. അതിനിപ്പോ എന്താ ചെയ്യാ? ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ഊഹം ശരിയാണെങ്കിൽ നിന്റെ ഓരോ മൊമെന്റ്സും ആള് വാച്ച് ചെയ്യുന്നുണ്ട്. ആ ഉണ്ട്. അപ്പൊ പിന്നെ ഇതും ഏതിനൊരു ഹിഡൻ സ്പോട്ടിൽ ഇരുന്നുകൊണ്ട് അയാള് വാച്ച് ചെയ്യുന്നുണ്ടാകും. സോ നീ ഐ ലവ് ലെറ്ററിന്റെ ബാക്കില് ഒരു റിപ്ലൈ എഴുത്, വാണാ മീറ്റ് എന്നും പറഞ്ഞ്. ആള് നിന്നെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് കാണും. സോ ഈവനിങ് നമുക്ക് റിപ്ലൈ കിട്ടും. എപ്പടി? അത് കൊള്ളാം. I wanna meet you. ബെസ്റ്റ്. നീ ഇങ്ങനെ മൊട്ടയിടാൻ നടക്കുന്ന കോഴിയുടെ പോലെ വെപ്രാളപ്പെടാണ്ടിരിക്കോ? ടൈം ഇനിയും ഒരുപാട് കിടപ്പുണ്ട്. പോടി. തനു ഒന്ന് പയ്യേ. എന്താ എന്താ പറഞ്ഞേ? So, do you love him? Yes. I know. ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല. But he loves me. അത് ട്രൂ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? മേ ബി ഫേക്ക് ആണെങ്കിലോ? അല്ല, ഇത് ഫേക്ക് ആയിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ പുറത്തു വന്നാനേ. ബട്ട് he truly loves me. ആദ്യം ടൈം പാസിന് ആരോ വട്ട് കളിപ്പിക്കുന്നതാകും നടന്നു. ബട്ട് ടൈം പാസിന് വേണ്ടി ആരും വോൾ ഡേ വോൾ ടൈം ഒരു ഷെയ്ഡോ ആകാൻ ശ്രമിക്കില്ല. 24 hours എന്നെ തന്നെ ഫോക്കസ് ചെയ്ത് കെയർ ആക്കാൻ നോക്കില്ല. ഓ സമാധാനം. സത്യം
ആരാടി? അമ്മയാ. ഹലോ അമ്മ. എപ്പോ? സരി, ഞാൻ സീക്രം വരല. എന്താടി? അത് പാട്ടിക്ക് വയ്യ, ഐസിലാണെന്ന്. എന്നെ കാണണമെന്ന് പറഞ്ഞു. ഓ, അപ്പൊ നീ പോകുവാണോ? അമ്മ ഇപ്പൊ അതിനാ വിളിച്ച് വരാൻ പറയാൻ. എന്നാ വാ, സമയം കളയണ്ട. ബാഗ് പാക്കാക്കണ്ടേ? എല്ലാം എടുത്തില്ല നീ? ആടി. ഞാൻ പോകുവാണ് എൻ്റെ നാട്ടിലേക്ക്. തിരിച്ചു വരുമ്പോൾ നീ എന്തായാലും അറിയുന്ന എനിക്കറിയാം. സോ പോയിട്ട് വരാം. Your attention please. Train number 1267 Bangalore Ernakulam Intercity Express from Bangalore to Ernakulam will arrive shortly on platform number 2. ഈശ്വര, ഓംകാർ സാറ്. சொல்லம்மா. இல்லை. சரி. ഇയാള് അന്ന് ഞാൻ തൻവി ശ്രീവാസ്തവ്. ഓക്കെ. സെന്റ് മാർത്ത യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത്? അതെ, തേർഡ് ഇയർ ബി ഡിസൈൻ. ഓ, നല്ല കണ്ടുപരിചയമുണ്ട്. സാറെന്താ ട്രെയിനില്? എനിക്കിതാ കംഫർട്ടബിൾ. ஆமா இல்லம்மா, நான் வந்துட்டு இருக்கு. ஓ, அப்படின்னா சரி, நான் வந்திருக்கலாம். തൻവി തമിഴാണോ? അല്ല, ഹാഫ് തമിഴ് ഹാഫ് മലയാളി. ഓ, അപ്പോ ഇയാളുടെ വീട് പാലക്കാട്. സാറിന്റെയോ? എന്തി? അപ്പൊ ശരിയോ, കാണാം. ഓക്കെ സാർ. നീ വന്നിട്ട് ഒരുപാടായോ? ഹേ ഇല്ല, ഒരു 10 മിനിറ്റ്. அப்பா அப்பா, பாட்டிக்கு என்னாச்சு? ஹே, கவலைப்பட தேவையில்ல கண்ணா, அவ இப்போ ஓகேதா. ஸ்ரேயாடா, அம்மா பேசினா. அவ லக்ஷ்மியை பார்க்க வேணும்னு ஆசைப்படுறேன். ലക്ഷ്മി ലക്ഷ്മി അപ്പച്ചേ? അവള് തന്നെ. ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞു. അവള് കുറച്ചു കഴിഞ്ഞ് എത്തുമായിരിക്കും. ശ്രീയേട്ടാ,
ഇനി വാശി വേണോ? എനിക്കറിയാം കല്യാണപ്പന്തലിൽ നിന്ന് ആരും അറിയാതെ അവൾ ഇറങ്ങിപ്പോയതിന്റെ സങ്കടം എനിക്ക് മനസ്സിലാകും. പക്ഷേ അത് കഴിഞ്ഞിട്ടിപ്പോ 28 വർഷം കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഒന്ന് ക്ഷമിച്ചൂടെ അവളോട്? മണ്ണിക്കുക, ഞാൻ അവളെ പല വർഷങ്ങൾക്ക് മുമ്പ് മടുത്ത് വിട്ടേൻ ദേവി. എങ്കിൽ പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? தெரியாது, ஒருவேளை அவள் எதிர்கொள்வது எனக்கு ஒரு பிரச்சனை இருக்கலாம். அவ வரட்டும், அப்புறம் நான் பார்க்கலாம். എന്നാലും പെട്ടെന്ന് എന്തായിരിക്കും പറ്റിയത്? ആർക്ക്? അല്ല, പാട്ടിക്ക് വയസ്സായില്ലേ, ചിലപ്പോ അതാകും. എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇൻസിഡന്റ് കാരണം അമ്മയായിട്ടുള്ള അവരുടെ ഇഷ്യൂസ് കഴിയുന്ന. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഏത് സമയം വർക്ക് വർക്ക് വർക്ക്. ഇവന്റെ പ്രേമം പോയിട്ടത് വർക്കായിട്ടാണ് തോന്നുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇവനെ വർക്കായിട്ട് പിടിച്ച് കെട്ടിക്കേണ്ടി വരും. തനു, മോളെന്നാ വീട്ടിലേക്ക് ചെന്നോ? അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടല്ലേ വന്നത്? ചെന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വാ. കണ്ടാ, പാട്ടിക്ക് ഇപ്പൊ വന്നൊരു പ്രശ്നം കിടയാതെ, നീ കണ്ടതല്ലേ? അപ്പൊ പറയുന്നത് കേൾക്ക്, ചെല്ല്. ലക്ഷ്മി, ഹേ, அழாதடி. ஏன் லட்சுமி அது குழந்தை மாதிரி அழுத்திட்டு இருக்கு? மன்னிப்பு கேட்க கூட எனக்கு உரிமில்லை. ஆனா இதை என்னால கேட்க முடியாது. വിശ്വ അല്ലേ? അതെ. പേഷ്യന്റ് കണ്ണു തുറന്നു. മോനെയും മോളും കാണണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചെല്ലേ. നിങ്ങൾ വന്നോ? ഞാൻ കരുതി നിങ്ങൾ ഇന്ന് അവിടെ സ്റ്റേ ആയിരിക്കുന്നു. ഇതെന്താ പറ്റിയത്? മുരുക, പാട്ടിക്ക് ഇനി സീരിയസ് ഉള്ളതാണോ? അപ്പ അമ്മക്ക് എന്നാച്ച്? പറയാം, നീ ഓവനെയും കൂട്ടി വാ, ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ. അമ്മ, നിങ്ങൾ വന്നോ? ഇരിക്കി. എന്താപ്പാ പതിവില്ലാതെ? പാട്ടി ഓക്കെ അല്ലേ? ഓ, ഞങ്ങൾക്ക് നിന്നോടൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നീ ഇതിന് എതിര് പറയരുത്. ഞങ്ങള് നിന്റെ മാരേജ് ഉറപ്പിച്ചു ഈ മാസം 25th. What? Are you mad? நீங்க என்ன சொல்லுங்கன்னு உங்களுக்கு இதாவது புரியுதா? நல்லா தெரியும். ஆனா நான் என்ன முடிவு செய்தனால நீயே செய்ய வேணும். ലക്ഷ്മി, ഓം, നീ ഞാൻ പറയുന്നത് സമാധാനത്തോടെ ഒന്ന് കേക്ക്. അപ്പയ്ക്കറിയാം ഇത് നിന്റെ ലൈഫാണ്, നിന്റെ ഇഷ്ടമാണ് നോക്കേണ്ടത് എന്നൊക്കെ. ബട്ട് പാർട്ടി ആദ്യമായിട്ടാ ഒരാഗ്രഹം പറഞ്ഞത്, നിന്നെ കൊണ്ട് അവരുടെ കൊച്ചുമോളെ കെട്ടിക്കണമെന്ന്. ഓം, മോന് നല്ലതല്ലാത്ത ഞങ്ങൾ ചെയ്യില്ലെന്ന് നിനക്കറിയാലോ. തന്റെ ഒരു പാവം കൊച്ച, നിന്റെ അമ്മയ്ക്ക് അവളെ നന്നായിട്ട് അറിയാം. നിനക്ക് എന്തുകൊണ്ടും ആ കുട്ടി ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ ആയിരിക്കും. നീ സമ്മതിക്കേ.
ഓക്കെ. அப்பா, அந்த தன்பியோட போட்டோ ஏதாவது இருக்குன்னா கொடு. போட்டோ ஹா இருக்கு, தா. What? ரெண்டு பேரும் நல்லா வரும். பார்த்தா பார்வதி பரமேஸ்வரன் மாதிரியே இருக்கு. ഇയാള് റെസ്റ്റ് എടുത്തോ? എല്ലാം പെട്ടെന്നായോണ്ട് ഐ നോ യു നീഡ് സം ടൈം. കോളേജിലേക്ക് പോകുന്നുണ്ടോ ഇന്ന്? ദെൻ ഓക്കെ. എന്തിനാടി ഇവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഹൈ ശരി, ഹൈ ഫോർ സീരിയസ്? ദ ഫേമസ് മോഡൽ ആൻഡ് ബിസിനസ് ഐക്കന്റെ ഭാര്യയെ പിന്നെ എങ്ങനെ നോക്കണം? ഭാര്യ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? തനു, സോറി, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഇറ്റ്സ് ഓക്കെ അണ്ണ. അണ്ണ, ഹാ പറയടി. എനിക്ക് അയാളോടൊന്ന് സംസാരിക്കണം. ആരോട്? തനു, ഡോണ്ട് ടെൽ മി ദാറ്റ്. അന്ന പ്ലീസ്, ഒരേ ഒരു വട്ടം പഴയ പോലെ ലെറ്റർ എഴുതി ലവ് ചെയ്യാനൊന്നല്ല. അറ്റ്ലീസ്റ്റ് എന്റെ മാരേജ് കഴിഞ്ഞ കാര്യമെങ്കിലും ഞാൻ അയാളോട് പറയണം. ഇല്ലെങ്കിൽ ഞാനത് അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. ഓക്കെ. Okay, I will call you later. എന്താടോ രാവിലെ തന്നെ ഇത്ര നേരത്തെ? അത് ഞാൻ അന്നയുടെ വീട്ടിലേക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടിട്ട്. ഓ, ഞാനിപ്പോ എങ്ങനെയാ സാറിനോട് ഇതൊക്കെ പറയാ? പക്ഷെ ഞാനിത് പറയാതിരുന്ന അതും ശരിയാകില്ല. ഞാനിപ്പോ സാറിന്റെ ഭാര്യയാ. പറയണം. എന്താടോ എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ എന്താണെങ്കിലും മടി കാണിക്കണ്ട, പറഞ്ഞോടോ. അത് ഞാൻ പൊക്കോട്ടെ. ഇയാളുടെ മനസ്സില് ചതിച്ചു എന്നൊരു തോന്നല് വേണ്ട. എടി തനു, ഒന്ന് പയ്യേ. എന്താ പറഞ്ഞേ? കാണാന്ന് പറഞ്ഞോ? റിവർ ലേക്ക് വാലിയിൽ വെച്ച്. ശരിക്കും കാണാന്ന് പറഞ്ഞോ?
ഇനി നിന്റെ മാരേജ് കഴിഞ്ഞതെങ്ങനെ അറിഞ്ഞു കാണൂ? അറിയില്ല. ഇവിടെ തന്നെയല്ലേ വരാൻ പറഞ്ഞത്? ആ അതെ. ആരും കാണാനില്ലല്ലോ. മാം, ദിസ് ഇസ് ഫോർ യു. അന്ന, നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. இரவும் பகலும் நீதானே, கடலும் அலையும் நுரையும் நீதானே, உடலும் உயிரும் நீயே, எங்கும் எதிலும் நீயே, எதிலும் அதிலும் நீயே, தட்டி விடுவதும் நீயே, எட்டி பிடிப்பதும் நீயே, என்னை கொல்லடி. ഹലോ, നീ ദിസ് ഇസ് ഫോർ യു. തേജ, നീ അത് വാങ്ങിക്കടോ. ഏട്ടത്തിക്ക് ഇത്ര നാളും ഫ്ലവർ ബൊക്കേസ് അയച്ചതും ലെറ്റേഴ്സ് അയച്ച് സംസാരിച്ചതും അതുപോലെ ഒരു ഷേഡ് പോലെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നതൊക്കെ ഏട്ടനാ. എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞാൻ ആ റോസസ് ഒക്കെ വെച്ച പ്ലേസിൽ കാണും. मैं रहूं या ना रहूं, तुम मुझ में कहीं बाकी रहना. എടോ, എന്തെങ്കിലും ഒന്ന് പറയടോ. തനു, കല്യാണം കഴിക്കുമ്പോ അതിന് ശേഷമൊക്കെ സമയം ഉണ്ടായിരുന്നല്ലോ, എന്നോടൊരു വാക്ക് പറയാറുന്നില്ലേ? बस इतना है. പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ശേഷം സ്നേഹിക്കുന്ന ആദ്യത്തെ പെണ്ണാ താൻ. തേജയിടയ്ക്ക് പറയുന്നത് പോലെ ഒരു വെട്ടുപോത്തിന്റെ സ്വഭാവം തന്നെ എനിക്ക്. ഒരു പെണ്ണിനോട് എങ്ങനെയാ മിണ്ടേണ്ടത്, എങ്ങനെ നോക്കണം, ഒന്നും എനിക്കറിയത്തില്ല. ടു ഇയേഴ്സ് മുന്നേ നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. To be honest, from the minute I saw you, I felt some bad feelings in my heart. പിന്നെ ബാംഗ്ലൂർ വെച്ച് വീണ്ടും കണ്ടു. അന്ന് അത്ര ആളുകളുടെ ഇടയിൽ ഞാൻ നിന്നെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് പലയിടത്തും വെച്ച് കാണാൻ തുടങ്ങി. അപ്പൊ തന്നെ ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു എനിക്കുള്ള പാർട്ണർ നീയാണെന്ന്. അങ്ങനെയാ നിന്നെ ഫോളോ ചെയ്ത് അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ചത്. എന്റെ സ്വഭാവം വെച്ച് നേരിട്ട് മിണ്ടിയാൽ ശരിയാകില്ലെന്ന് തോന്നിയത് കൊണ്ടാ ഏതൊരു മൂവി കണ്ട ഓർമ്മയിൽ ബൊക്കെ വെച്ച് പ്രൊപ്പോസ് ആക്കാന്ന് കരുതിയത്. എടി തനു, മതി കണങ്ങിയത്, ഇങ്ങോട്ട് കേറി വാ. മാത്യു, സ്റ്റോപ്പ് ദ കാർ. സർ, മഴ. തന്നോട് വണ്ടി നിർത്താനല്ല ഞാൻ പറഞ്ഞത്. താൻ ഓഫീസിലേക്ക് പോക്കോ, ഞാൻ വന്നോളാം. സർ, അത് പിന്നെ ഡു what I say. പിന്നെ ഇയാൾക്കും ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ ഹാപ്പിയായി. തേജയ്ക്കൊന്നും അറിയില്ലായിരുന്നു. അന്ന് തന്റെ കോളേജിലേക്ക് വന്നത് പ്രിൻസിയുടെ റൂമിൽ നിന്ന് തന്നെ ഞാൻ ഗ്രൗണ്ടിൽ നടക്കുന്നത് കണ്ടിരുന്നു.
ക്യൂട്ട്. തന്വി ആയിരിക്കും അല്ലയോ? ഹാ. കോൺട്രാക്ട് സൈൻ ചെയ്യാനുള്ള ബ്ലാങ്ക് പേപ്പറിൽ മുഴുവൻ തന്വി എഴുതി പഠിച്ച ആരായാലും അറിയൂലേ? എന്താ അമ്പാനെ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അപ്പൊ എങ്ങനെയാ, ഏട്ടനായിട്ടെല്ലാം പറയുമല്ലേ? അവനത് കൈയോടെ പൊക്കി. അങ്ങനെ അവനോട് പറയേണ്ടി വന്നു. പിന്നെയാ വീട്ടിൽ പാർട്ടിയുടെ ഇഷ്യൂക്കായി മാരേജ് പ്രപ്പോസൽ. ആളാരെന്ന് എനിക്ക് മനസ്സിലായോണ്ട് ഞാനതിന് സമ്മതിക്കും ചെയ്തു. Will you be mine forever? യെസ്. तुमको सता है, समझ लेना किरणों में मैं कुछ कहूँ या ना कहूँ, तुम मुझको വാവ്, ഷീസ് വെരി ലക്കി. യാ, അല്ലേലും എന്റെ ഏട്ടൻ പൊളിയാ. കുറച്ച് വർഹോളിക്കാണെന്നേ ഉള്ളൂ. बस इतना है तुमसे कहना. ചേട്ടൻ മാത്രല്ല, സാർ അടിപൊളിയാ. സാറിനെ കിട്ടിയാലും അത് ലക്ക് തന്നെയാട്ടോ. ആണോ? എന്നാ പിന്നെ ആ ലക്ക് തനിക്ക് ഇരിക്കട്ടെ. എന്ത് പറയുന്നു? ഏ, സാറെന്താ പറയുന്നേ? ഞാൻ വളച്ചു കെട്ടില്ലാത്ത കാര്യം പറയാം. എടോ, എനിക്ക് തന്നെ ഇഷ്ട. എപ്പോഴാണെന്ന് എനിക്കറിയില്ല. എവിടെയോ വെച്ച് കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇയാളെന്തൊന്നും മിണ്ടാത്തെ? അത് ഇങ്ങനെ പെട്ടെന്നൊക്കെ ചോദിച്ചാ ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഓ മതി, ആലോചിച്ചിട്ട് യെസ് എന്ന് പറഞ്ഞാ മതി. ഏ, ഇയാൾ എത്ര ആലോചിച്ചാലും യെസ് എന്ന് തന്നെ ആകാവൂ. ബിക്കോസ് ഐ ലവ് യു ദാറ്റ് മച്ച്. എനിക്ക് കാസ്റ്റ് റിലീജിയൻസിന്റെ ഇഷ്യൂ ഒന്നുമില്ല. ചിരിക്കുന്നോ? അപ്പോ ഓക്കെ ആണോ?